ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചിയാൻ വിക്രത്തിന്റെ വീരധീര സൂരൻ എന്ന് പറയുന്ന മൂവിനെ പറ്റി പറയാനായിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇഷ്ടതാരമായ സുരാജ് വെഞ്ഞാറമൂടൊക്കെ ആ ഒരു മൂവിയിലുണ്ട്. ചിയാൻ വിക്രത്തിന്റെ ഒരു കം ബാക്ക് എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ ഒരു മൂവി. അതുപോലെ തന്നെ നമ്മുടെ മാലാ പാർവതിയും ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശ്രീജ രവിയും ഒക്കെ ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എങ്കിലും കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. എനിക്ക് അത്രത്തോളം ഭയങ്കരമായിട്ട് ഒരു എഫക്ട് ഈ ഒരു മൂവിയിൽ തോന്നിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ വിക്രമത്തിന്റെ ആ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ പഴയ ഒരു ചുറുചുറുക്കൊക്കെ ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രായത്തിലും അദ്ദേഹം നല്ല ഡെഡിക്കേഷനോട് കൂടി തന്നെ നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുള്ളത്. കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും. കണ്ടിട്ടുള്ളവർ എന്തായാലും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം. പിന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് വലിച്ചു നീട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നാലും ക്യൂരിയോസിറ്റിയോട് കൂടി അല്ലെങ്കിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മൂവിന്റെ ഒരു പോക്ക്. എങ്കിലും നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ക്യാരക്ടറുകൾ, ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് ഈ ഒരു മൂവിയിൽ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ആളെ നമ്മളെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് പാർട്ടാണ്. ഇതിനടുത്ത് പറയേണ്ടത് SJ സൂര്യ സാറാണ്. അദ്ദേഹവും നല്ല അടിപൊളി ഒരു വില്ലൻ ക്യാരക്ടറിലേക്ക് തന്നെയാണ് എത്തുന്നത്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പക്ഷെ മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ ഒരു മൂവിയിൽ GV പ്രകാശാണ് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു മൂവിയിലുള്ളത്. അരുൺ കുമാർ ആണ് ഈ ഒരു മൂവിന്റെ ഡയറക്ടർ. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളതാണ്. ചിത്ത എന്ന് പറയുന്ന മൂവിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ആ ഒരു ബ്രില്യൻസ് നമുക്ക് ഈ ഒരു മൂവിയിലും കാണാൻ സാധിക്കും. അപ്പോ ഒരു രാത്രിയിൽ ഉണ്ടാവുന്ന ഒരു കഥയാണ് ആ ഒരു മൂവി പറയുന്നത്. അതുപോലെ തന്നെ ആ കഥ ഉണ്ടാവാനുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാം. ഒരു രാത്രി എന്ന് പറയുമ്പോൾ അറിയാലോ, അതിന്റെ ആ ഒരു ലിമിറ്റേഷൻ വെച്ച് രാത്രി എടുക്കുന്ന ആ ഒരു ഇമേജ്, അങ്ങനെയുള്ള ആ ഒരു ലിമിറ്റേഷൻ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മൂവി വന്നിട്ടുള്ളത്. വീരധീര സൂരൻ എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ ദിലീപ് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാകുമായിരിക്കാം. ആ കഥയൊക്കെ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരിക എന്ന് വിചാരിക്കാം. എന്നാലും കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. എങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിങ് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന്റെയും സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ തകർത്ത് തന്നെ അവർ അഭിനയിക്കുന്നുണ്ട്. നമുക്ക് അത് കണ്ടിരിക്കാൻ തോന്നി പോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബോറടിയും കാര്യങ്ങളൊന്നും അധികമില്ലാതെ തന്നെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. എങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുള്ളവർ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു മൂവി എക്സ്പെക്ട് ചെയ്ത് അത്രത്തോളം എത്തിയില്ല എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.